എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തുന്നത്. ആ ഒരു 20 ക്വസ്റ്റ്യൻസിലെ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിൻ്റെ ക്വിസും കൂടി അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി കൈൻഡ്സ് ഓഫ് സിലിണ്ടേഴ്സ് ആർ അവൈലബിൾ ഫോർ ടൈപ്പ് റൈറ്റർ? ടൈപ്പ് റൈറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള സിലിണ്ടേഴ്സിൻ്റെ എത്ര തരം സിലിണ്ടേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 തരമാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് സിലിണ്ടർ, സോഫ്റ്റ് സിലിണ്ടർ, മീഡിയം സിലിണ്ടറാണ്. അപ്പോൾ നമുക്ക് ഒരു ഓഫീസ് പർപ്പസിനാണെങ്കിൽ മീഡിയം ടൈപ്പ് സിലിണ്ടറാണ് ഉപയോഗിക്കുക. അതേസമയം കൂടുതൽ നമ്പർ ഓഫ് കോപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഹാർഡ് സിലിണ്ടർ ഉപയോഗിക്കും. അപ്പം സാധാരണ സോഫ്റ്റ് സിലിണ്ടേഴ്സ് ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കാറില്ല. അത് പുവർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സിലിണ്ടറാണ്. എന്നൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് എനിക്ക് തരാൻ പറ്റുന്ന വിശദീകരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കഴ്സർ കൺട്രോൾ ഇൻപുട്ട് ഡിവൈസ്? താഴെ പറയുന്നവയിൽ കഴ്സർ കൺട്രോൾ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. മൗസ്, കീബോർഡ്, ജോയ്സ്റ്റിക്ക്, MICR. അതിൻ്റെ ആൻസർ MICR ആണ്. കാരണം എന്താ വെച്ചാൽ മൗസ് നമുക്ക് കഴ്സർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. കീബോർഡ് നമുക്ക് ഈ മൗസ് പോയിൻ്ററിനെ അല്ലെങ്കിൽ കഴ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു വീഡിയോ ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസാണ്. അതും നമുക്ക് കഴ്സർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ MICR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് MICR എന്നുള്ള ഇൻപുട്ട് ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത് ബാങ്കിങ് ഇൻഡസ്ട്രിയിലാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ചെക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, ചെക്കിൻ്റെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസാണ് MICR എന്ന് പറയുന്നത്. MICRൻ്റെ ഫുൾ ഫോം ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ ഫുൾ ഫോമാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ ചെക്കിൽ നമുക്കറിയാം ചെക്ക് നമ്പർ എഴുതിയിട്ടുള്ളത് ഒരു അയണിൻ്റെ അതായത് ഈ മാഗ്നറ്റിക് ഇങ്ക് ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. അതിൽ അയണിൻ്റെ പാർട്ടിക്കിൾസും മറ്റുള്ളതൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ പ്രോസസ്സിങ്ങിന് അതായത് ചെക്ക് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ MICR ഉപയോഗിക്കുന്നത്. എ ടൈപ്പ് റൈറ്റർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ. ഒരു ടൈപ്പ് റൈറ്ററിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ഇതിൻ്റെ ചേസസ് നമ്പറും മേക്കേഴ്സ് നമ്പറും ഉപയോഗിച്ചിട്ട് ടൈപ്പ് റൈറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദ യൂണിക് നമ്പർ ഗിവൺ ടു ഈച്ച് കമ്പ്യൂട്ടർ ഇൻ ദ ഇൻ്റർനെറ്റ്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം: ദ യൂണിക് നമ്പർ ഗിവൺ ടു ഈച്ച് കമ്പ്യൂട്ടർ ഇൻ എ ലാനിൽ കണക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഓരോ കമ്പ്യൂട്ടേഴ്സിനും പ്രത്യേകം നൽകിയിരിക്കുന്ന നമ്പറിനെയാണ് IP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IP അഡ്രസ് എന്ന് പറയും. എ പ്രോഗ്രാം യൂസ്ഡ് ടു ആക്സസ് എ റിസോഴ്സ് പ്രൊവൈഡഡ് ബൈ എ സെർവർ. അതായത് ഒരു സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാം എന്താണ്? ക്ലയൻ്റാണ്. അതായത് ഒരു സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് ക്ലയൻറ്റ്. ലേസർ പ്രിൻ്റർ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ലേസർ പ്രിൻ്റർ ആദ്യമായിട്ട് പുറത്തിറക്കിയത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് IBM ആണ്. IBM എന്നുള്ള കമ്പനിയാണ് ലേസർ പ്രിൻ്റർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വിഡ്ത്ത് ഓഫ് എ കോളം? ഒരു കോളത്തിൻ്റെ സ്മോളസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ടൂൾസ് മെനു? ടൂൾസ് മെനുവിൽ അവൈലബിൾ അല്ലാത്ത കമാൻഡ് ഓട്ടോ ടെക്സ്റ്റ് ആണ്. ഫ്രം വിച്ച് മെനു യു ക്യാൻ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ? ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെനു ഏതാണ്? വ്യൂ മെനു ആണ്. ഹെഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വേർഡ് പ്രോസസ്സിങ്ങിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാ പേജിലും മുകളിലായിട്ട് ചിലപ്പോൾ നിങ്ങളിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേജ് നമ്പർ, അപ്പോൾ അത് എല്ലാ പേജിലും വരണം. അപ്പോൾ അതിനെയാണ് ഈ ഹെഡർ എന്ന് പറയുന്നത്. ടോപ്പിലുള്ള അതിനെയാണ് ഹെഡർ എന്ന് പറയുന്നത്. അതേസമയം ഫൂട്ടർ എന്ന് പറയുമ്പം അതിൽ നമുക്ക് വേണമെങ്കിൽ പേജ് നമ്പർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
ഒരു സിമ്പലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ ബോട്ടം, ആ പേജിൻ്റെ ബോട്ടം ഭാഗത്ത്, താഴെ ഭാഗത്ത് എല്ലാ പേജിലും വരുത്താൻ വേണ്ടിയിട്ടാണ് ഫൂട്ടർ ഉപയോഗിക്കുന്നത്. തെസറസ് ടൂൾ ഇൻ MS Word യൂസ്ഡ് ഫോർ സിനോണിംസ് ആൻഡ് ആൻറ്റോണിം വേർഡ്സ്. അതായത് MS Wordലെ തെസറസ് എന്നുള്ള ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സിനോണിംസും ആൻറ്റോണിം വേർഡ്സും കണ്ടുപിടിക്കാൻ. അതായത് നമുക്കറിയാം, ഒരു പേജിൽ നമുക്കൊരു വേർഡ് സെലക്ട് ചെയ്തിട്ട് തെസറസ് ഫീച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വേർഡിൻ്റെ തന്നെ സെയിം മീനിങ് ഉള്ള മറ്റു വേർഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും, അതിൻ്റെ തന്നെ ഓപ്പോസിറ്റും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് തെസറസ്. വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ഫോർ പ്രസ്സിങ് ഷിഫ്റ്റ് കീ? ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിംഗർ ഏതാണ്? ലിറ്റിൽ ഫിംഗറാണ്. അപ്പോൾ രണ്ട് സൈഡിലും ടൈപ്പ് റൈറ്ററിലാണെങ്കിലും അതുപോലെ തന്നെ കീബോർഡിലാണെങ്കിലും 2 ഷിഫ്റ്റ് കീസാണ് ഉള്ളത്. അപ്പോൾ 2 ഷിഫ്റ്റ് കീസ് 2 ഭാഗത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തും നമ്മൾ ലിറ്റിൽ ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷിഫ്റ്റ് കീസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ക്യാപ്സ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതില്ലാതെ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റും അതുപോലെ തന്നെ ഏത് ലെറ്ററാണോ ക്യാപിറ്റലായിട്ട് വേണ്ടത് അതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടും ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ലഭിക്കുന്നതാണ്. ലെറ്റേഴ്സ് സെൻഡ് ഫ്രം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ആർ കോൾഡ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ നിന്നും സെൻഡ് ചെയ്യുന്ന ലെറ്റേഴ്സിനെ പറയുന്നതാണ് സർക്കുലാർ. സർക്കുലാർ എന്ന് പറയുന്നത് ലെറ്റേഴ്സ് സെൻഡ് ഫ്രം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്. ഗിവിങ് വേരിയസ് എഫക്ട്സ് ടു എ ഡോക്യുമെൻറ്റ് ഈസ് കോൾഡ്. ഒരു ഡോക്യുമെൻറ്റിന് വേരിയസ് എഫക്ട്സ് കൊടുക്കുന്നതിനെയാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഡോക്യുമെൻറ്റിനെ ഫോർമാറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ സെയിം റൂം ക്യാൻ ബി കണക്റ്റഡ് ബൈ യൂസിങ്. ഒരു റൂമിലെ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് LAN. ലാൻ്റെ ഫുൾ ഫോമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതപ്പോൾ നമുക്ക് സെയിം ബിൽഡിങ്ങിലെ തന്നെ വേറെ വേറെ ഫ്ലോറിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ ബന്ധിപ്പിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഒരു റൂമിലെ കമ്പ്യൂട്ടേഴ്സിനെയും ബന്ധിപ്പിക്കാൻ കഴിയും. WAN എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് കൺട്രീസ് തമ്മിലോ അല്ലെങ്കിൽ ലോകം മൊത്തം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് WAN എന്ന് പറയുന്നത്. 2 കൺട്രീസ് തമ്മിൽ അല്ലെങ്കിൽ 2 കോണ്ടിനെൻറ്റ്സ് തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് WAN ഉപയോഗിക്കുന്നത്. മാൻ്റെ ഫുൾ ഫോമാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മാനിന് ഒരു എക്സാമ്പിളാണ് കേബിൾ TV എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, RAM ഈസ് എ ഡാഷ് മെമ്മറി, വോളറ്റൈൽ മെമ്മറി. RAM എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. അപ്പോൾ RAM എന്നതിൻ്റെ ഫുൾ ഫോമാണ് റാൻഡം ആക്സസ് മെമ്മറി. RAM എന്ന് പറയുന്നത് ഒരു പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി 2 ടൈപ്പാണ്, റാമും റോമും. അപ്പോൾ അതിൽ റോമിൻ്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ ഈ പ്രൈമറി മെമ്മറിയിലെ വോളറ്റൈൽ മെമ്മറിയാണ് RAM, നോൺ വോളറ്റൈൽ മെമ്മറിയാണ് റോം. വോളറ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ റാമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റാസ് ആ കമ്പ്യൂട്ടറിൻ്റെ പവർ സപ്ലൈ എപ്പോൾ ഓഫാകുന്നോ അപ്പോൾ നഷ്ടപ്പെടും. അതേസമയം നോൺ വോളറ്റൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ പവർ ടേൺ ഓഫ് ചെയ്താലും ആ മെമ്മറിയിൽ നമ്മൾ സൂക്ഷിച്ച ഡാറ്റ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പം RAM എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ വിത്തൗട്ട് ഡാഷ്, IQ ആണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് IQ ഇല്ലാത്ത ഒരു മെഷീനാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനുള്ള പ്രത്യേകതകൾ നോക്കുക. സ്പീഡ്, ആക്യുറസി, റിലയബിലിറ്റി. ആക്യുറസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യതയാണ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ്. ഹോം കീസ് ആർ പ്രൊവൈഡഡ് ഇൻ ദ ഡാഷ് റോ ഓഫ് എ ടൈപ്പ് റൈറ്റർ. ഒരു ടൈപ്പ് റൈറ്ററിൽ ഏത് റോയിലാണ് ഹോം കീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് റോയിലാണ്. വിച്ച് ഫിംഗർ ഈസ് യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് സ്പേസ് ബാർ? റൈറ്റ് തമ്പാണ്. അതായത് സ്പേസ് ബാർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിംഗർ. സ്ട്രൈക്ക് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫിംഗർ ഏതാണ്? റൈറ്റ് തമ്പാണ്. റൈറ്റ് തമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പേസ് ബാർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒരു കീസും നമ്മൾ റൈറ്റ് തമ്പ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യാറില്ല. അതേസമയം ലെഫ്റ്റ് തമ്പ് നമ്മൾ ഒരു കീസും മറ്റൊന്നും ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ദ അപ്പർ പോർഷൻ ഓഫ് എ ടൈപ്പ് റൈറ്റർ വിച്ച് മൂവ്സ് വൈൽ ടൈപ്പിംഗ് ഈസ് കോൾഡ്.
അതായത് ടൈപ്പ് റൈറ്ററിൻ്റെ അപ്പർ പോർഷൻ അത് ടൈപ്പ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന അപ്പർ പോർഷനെ പറയുന്ന പേരാണ് ക്യാരിയേജ്. പുഷ് ബട്ടൺ ഈസ് ഓൾസോ നോൺ ആസ്. പുഷ് ബട്ടൺ എന്തുകൂടി അറിയപ്പെടുന്നു? വേരിയബിൾ ലൈൻ സ്പേസിംഗ് പേപ്പറാണ്. വേരിയബിൾ ലൈൻ സ്പേസിംഗ് പേപ്പറിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പുഷ് ബട്ടൺ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വിസും കൂടി അറ്റൻഡ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.